സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമുണ്ടായ നയപ്രഖ്യാപനവും പിന്നീടുണ്ടായ ധവളപത്രം അവതരണവും എല്ലാം നൽകിയ കൃത്യമായ സന്ദേശങ്ങളുണ്ടായിരുന്നു. അത് കേരളം സാമ്പത്തികമായി എന്തോ വല്ലാത്തൊരു അപകടാവസ്ഥയിലാണ്. അതേ സന്ദേശമാണ് ഇന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിന്റെ ആമുഖത്തിലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ബജറ്റിലെ ആകെ അലോക്കേഷൻ പരിശോധിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലല്ല എന്ന ചിത്രമാണ് നമുക്ക് ലഭിക്കുക. 2000 കോടിയുടെ അധിക അലോക്കേഷൻ സംസ്ഥാന സർക്കാരിന് വരുത്താൻ കഴിയുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക അപകടാവസ്ഥ എന്ന വാദത്തെ നിരാകരിക്കുക മാത്രമല്ല, അതൊരു രാഷ്ട്രീയമായ ആക്ഷേപം മാത്രമാണ് എന്ന് സമ്മതിക്കുക കൂടിയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 6300 കോടിയിലധികം രൂപയുടെ നീക്കി ബാക്കി നിലനിർത്തിക്കൊണ്ടാണ് LDF സർക്കാർ ഭരണത്തിൽ നടക്കുന്നത്. ജനങ്ങൾക്കായി കൂടുതൽ ആശ്വാസ നടപടികൾ ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ നാടിന് കൂടുതൽ വികസന നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അടിത്തറയായിട്ടും ഇത് ഉപയോഗിക്കാമായിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ജനക്ഷേമത്തിന്റെ കാര്യത്തിലും നാടിന്റെ വികസന കാര്യത്തിലും നല്ലതുപോലെ പിൻവാങ്ങൽ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പൊ കിട്ടുന്ന സൂചന. പരിശോധിച്ചാൽ കാണാൻ കഴിയുക പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുകയാണ്. ആസിയാൻ കരാറിന്റെ തുടർഫലമായി കാർഷിക മേഖല വലിയ ആഘാതമാണ് നേരിടുന്നത്. അതിന് കഴിഞ്ഞ ബജറ്റിലൂടെ LDF സർക്കാർ വ്യക്തമായ ആശ്വാസ നടപടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ റബ്ബർ, നാളികേരം, നെല്ല് ഇങ്ങനെയുള്ള കാർഷിക മേഖലകളിൽ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയനിലപാടുകൾ, അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം ഈ ബജറ്റ് അത് കൃത്യമായി അഭിസംബോധന ചെയ്യുന്നില്ല. ഇതൊരു കണ്ടില്ലെന്നടിക്കലാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ കണ്ടില്ലെന്നടിക്കലിലെ രാഷ്ട്രീയമാണ്. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ബജറ്റ് ശ്രമിക്കുന്നതും ഇതേ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്.
ധവളപത്രം വികസനക്ഷേമ പദ്ധതിയിൽ നിന്ന് വരുന്ന വർഷങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരുതരം മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. സർക്കാരിൻ്റെ സ്വാഭാവിക ബാധ്യതകളുണ്ട്. ആ സ്വാഭാവിക ബാധ്യതകളെ പെരുപ്പിച്ചു കാട്ടുക, വരവില് ഉണ്ടാകുന്ന വർധനവ് മറച്ചു പിടിക്കുക, ഇതൊക്കെ ബോധപൂർവം തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ ബജറ്റുകളിലെ വകുപ്പുകൾക്കുള്ള അലോക്കേഷൻ വലിയ വ്യത്യാസമില്ലാതെ പുനഃക്രമീകരിക്കുന്ന അറിയാനുണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേകത വന്നിട്ടുള്ളത് കേരളമാകെ ഒരു നവകേരള സ്വപ്നം കൊണ്ടാടുന്നതാണ്. അത് പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാർ സ്വീകരിച്ചൊരു ദ്വിമുഖ സമീപനമുണ്ട്. അതൊന്ന് ക്ഷേമ ആശ്വാസ നടപടികളായിരുന്നു, അതോടൊപ്പം തന്നെ വികസന നടപടികൾ. ഈ ദ്വിമുഖ സമീപനം പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് ഇപ്പോ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ബജറ്റിലെ LDF അവതരിപ്പിച്ച ബജറ്റിലെ കാര്യങ്ങൾ പലതും ആവർത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ട് ഓഫ് റിംഗ് റോഡ് പോലുള്ളവ അതിൻ്റെ ഉദാഹരണങ്ങളായി കാണാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, നേരത്തെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അവ പേര് മാറ്റി പുതിയ പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ കേരളം അടുത്ത കാലത്തായി ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതിലൂടെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ തുറന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാമർശവും ഇതിനകത്ത് കാണാനില്ല. ഇപ്പോഴത്തെ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവ ഒന്നും പറഞ്ഞില്ല, പൂർണ്ണ മൗനം പാലിച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ചൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പഴങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും മറ്റും മദ്യമുണ്ടാക്കാൻ ചെറുകിട മേഖലയെ അനുവദിക്കുന്നതായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ ബജറ്റിന്റെ ഒരു സമീപനം. അത് കാർഷിക രംഗത്ത് വലിയ തോതിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്, കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. അത് മാറ്റി വൻകിട മദ്യ കമ്പനികൾക്ക് വീര്യം കുറഞ്ഞ മദ്യം വലിയ തോതിൽ നിർമ്മിക്കാനുള്ള അവസരം ഈ പുതിയ ബജറ്റ് തുറന്നു കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു സംശയം ഇപ്പോൾ ഉയരുകയാണ്. നേരത്തെ കൃഷിക്കാരെയും ചെറുകിട വ്യവസായ മേഖലയെയും പ്രോത്സാഹിപ്പിക്കലാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിനു പകരം വൻകിട കോർപ്പറേറ്റ് താല്പര്യം
ഇവിടെ ഉയർന്നു വരുന്നു എന്നാണ് കാണേണ്ടത്. നമ്മുടെ ബജറ്റിന്റെ മാത്രമല്ല, നേരത്തെ അവതരിപ്പിച്ച ധവളപത്രത്തിന്റെയും പ്രധാനപ്പെട്ട ഊന്നൽ സ്വകാര്യ മേഖലയ്ക്ക് നല്ല അവസരം കൊടുക്കലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ച UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിലും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റില് ഒഡീഷ, ആന്ധ്ര, കേരള ഈ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച റെയർ എർത്ത് ഇടനാഴി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ആ ആശയത്തെ അതേപടി ഇപ്പോ UDF സർക്കാർ ഉൾക്കൊണ്ടു എന്ന് വേണം കണക്കാക്കാൻ. അതാണ് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നത്. മൈനർ ധാതുക്കളുടെ ഖനനം അതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അത് തന്നെയാണ് ഇപ്പോ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ വഴി UDF സർക്കാരും പിന്തുടരുന്നു. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ LDF സർക്കാർ മുന്നോട്ട് വെച്ച ഇതായിരുന്നില്ല. പൊതുമേഖല അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴി എന്ന ആശയമാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ആശയം അംഗീകരിച്ച് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്രയുമുണ്ട്. അതും ഇതിന്റെ ഭാഗമായി തന്നെ കാണേണ്ടതാണ്. കേരള മാരിടൈം പോളിസി വഴി കേരളത്തിന്റെ തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള ഗൂഢലക്ഷ്യമാണോ ഉള്ളത് എന്ന ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വരും. സദേൺ കേരള എക്കണോമിക് കോറിഡോറിന്റെ പിന്നിലെ അജണ്ടയും ഇതായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫിഷറീസ് സബ് പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ തീരദേശവാസികളുടെ കണ്ണിൽ പൊടിയിട്ട് മറ്റ് അജണ്ടകൾ നേരത്തെ പറഞ്ഞ തരത്തിൽ നടപ്പിലാക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള സ്വകാര്യ കുത്തകകൾക്കടക്കം പല കാര്യങ്ങൾക്കും പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഭൂപരിഷ്കരണ നിയമം, ആ നിയമമാകെ ഒഴിച്ചെഴുതുക, അതിന്റെ പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ്. ഇവിടെ അത് കേരളത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നായിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ തന്നെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ
അതിൻ്റെ എല്ലാം യഥാർത്ഥ അടിസ്ഥാനം നാം പാസാക്കിയ, നമ്മുടെ നാട് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമമാണ് എന്നത് എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ ബജറ്റിൽ ഇപ്പോ ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും സ്വകാര്യവൽക്കരണത്തിന്റെ യുക്തിയാണോ പിൻപറ്റുന്നത് എന്ന് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രികൾ, ഫാർമ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ, ഇവരെയൊക്കെ മാടി വിളിക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. നാം നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു വസ്തുതയുണ്ട്. അത് ചില അന്താരാഷ്ട്ര ഭീമന്മാർ, KKR പോലെ, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വൻകിട കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കൈയടക്കാൻ നടത്തുന്ന ശ്രമമാണ്. അത് നേരത്തെ തന്നെ കേരളീയ സമൂഹം ശ്രദ്ധിച്ച കാര്യമാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവർക്കെല്ലാം പച്ചക്കൊടി കാണിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിലൂടെ വരികയാണ്. സർക്കാർ ആശുപത്രികളെ ശാക്തീകരിക്കുന്ന പ്രഖ്യാപനമൊന്നും ഈ ബജറ്റിന്റെ ഭാഗമായി കാണാൻ പറ്റിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷൻ പണ്ടേ നിർത്തലാക്കി. അവര് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുക മാത്രമല്ല, നീതി ആയോഗ് അതിന് പകരം സംഘടിപ്പിച്ചു. ഇപ്പോ അതേ വഴിയിലേക്ക് നമ്മുടെ സംസ്ഥാനവും നീങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് എന്നത് ശങ്കിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു തിങ്ക് ടാങ്കായി പ്ലാനിംഗ് ബോർഡിനെ മാറ്റുക എന്നതാണ് വ്യക്തമായി നമ്മുടെ ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യം. ഇത് കൃത്യമായ കേന്ദ്ര നയമാണ്. ഒരു മറയുമില്ലാതെ അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗിനെ ആക്കിയതുപോലെ ഇവിടെ ആ ആശയം സ്വീകരിച്ച് ഒരു തിങ്ക് ടാങ്ക് ആക്കി നമ്മുടെ പ്ലാനിംഗ് ബോർഡിനെ മാറ്റുന്നു എന്നാണ് കാണേണ്ടത്. അടുത്ത് ഇറങ്ങിയ ധവളപത്രത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ബജറ്റിൽ വന്നിട്ടുള്ളത് നമ്മൾ കാണണം. അപ്പോ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടാണ് അംഗീകരിക്കുന്നതാണല്ലോ പറയുന്നത്. നെഹ്റുവിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷേ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടിന്റെ പ്രധാന ഉപാധി ആസൂത്രണമായിരുന്നു. ആ ആസൂത്രണത്തെ ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് അഭിമാനം കൊള്ളുന്ന മുഖ്യമന്ത്രി കുഴിച്ചു മൂടുന്നു എന്ന അവസ്ഥയാണ് ഈ ബജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ വൻതോതിലുള്ള പശ്ചാത്തല വികസനം നടന്നു എന്നുള്ളത്. ആർക്കും ആ കാര്യത്തിൽ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ല. ആ വികസനം നടക്കുന്നതിനിടയാക്കിയത് കിഫ്ബിയാണ്. അതിന്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് കിഫ്ബിയാണ്. പക്ഷേ കിഫ്ബിയുടെ ചിറകരിയുന്ന നിലപാടാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ വെക്കും എന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതിന്റെ പിന്നിലെ രാഷ്ട്രീയം
എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കിഫ്ബി എന്ന ആശയത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കേരളത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയായിരുന്നു ലൈഫ് മിഷനിലൂടെ നടപ്പാക്കിയ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതി. 5 ലക്ഷത്തിലധികം വീടുകളാണ് അതിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷനോടുള്ള UDFന്റെ സമീപനം പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോ ആ ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രൂപരേഖ പോലും നൽകാതെയാണ് ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലൂടെ വന്നിട്ടുള്ളത്. അതിന് ലൈഫ് മിഷന്റെ ഭാഗത്ത് ഒന്നും പറയുന്നില്ല. എന്നാൽ SC/ST വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി പ്രഖ്യാപിച്ചതായി കാണുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ലൈഫ് പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ തുടക്കം തന്നെയായിട്ടാണ് കാണേണ്ടത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി എന്ന് പറഞ്ഞു. അത് പുനർഗേഹം പദ്ധതി ഇപ്പൊ തന്നെ നിലവിലുള്ളതാണ്. അത് നേരത്തെ നിലവിലുണ്ട്. അത് പുതിയൊരു പദ്ധതിയായിട്ട് കാണേണ്ടതായിട്ടില്ല.